പുതിയ കാലത്ത് പഴയ അടിമസ്ഥ കാലത്ത് ഒരുപാട് അനുഭവിച്ചാണ് നമുക്ക് ഇതിന്റെ സാഹചര്യമൊക്കെ മനഃപൂർവ്വം അനുസ്മരിക്കുന്നതായിട്ട് മറന്നുപോയതായിട്ട് അങ്ങനെ തോന്നി. അങ്ങനൊന്നും തോന്നിയിട്ടില്ല. മൊത്തത്തിൽ പഴയ ഓർമ്മകൾ സമൂഹത്തിൽ ഇല്ലല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ഭൂരിപക്ഷവും പ്രസ്ഥാനത്തിന്റെ അതിന്റെ തുടർച്ചയെപ്പറ്റി അധികം സംസാരിക്കാൻ അറിയില്ല. അതറിയാത്തതുകൊണ്ട് കൂടിയാണ്, അത് സ്റ്റഡി ചെയ്യുന്ന കാര്യമില്ല. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ട്, മൊത്തത്തിലുണ്ട്, എല്ലാ പാർട്ടികളിലും ഉണ്ട്. എനിക്കതേപ്പറ്റി അറിയില്ല, എനിക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല. അല്ല, എനിക്കറിയില്ല, നമുക്കതേപ്പറ്റി അറിയിപ്പില്ല, നമുക്കറിയത്തില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ സഖ്യത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു. അങ്ങനെ ഒരു സഖ്യം ഉണ്ടായിരുന്നു ആർഎസ്എസുമായിട്ട്. ഇല്ല, അങ്ങനെ സഖ്യമുള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞില്ല. എം.വി. ആർ.എസ്.എസും ബി.ജെ.പിയുമായിട്ട്, ബി.ജെ.പി അല്ലെങ്കിൽ ജനതാ പാർട്ടിയാണ്, ബി.ജെ.പി ഒക്കെ പോയി സഖ്യം ഉണ്ടായതായിട്ടേ പറഞ്ഞില്ല. ആദ്യം ജനസംഘമായിരുന്നു, പിന്നെ അത് ജനതാ പാർട്ടിയായി. സഖ്യമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജനതാ പാർട്ടിയുമായി സഹകരിച്ച കാര്യമാണ്. അതിനകത്ത് ഇവരുണ്ടല്ലോ, അതാണ് അദ്ദേഹം പറഞ്ഞത്. ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ താത്വികമായ തെറ്റുകളൊന്നുമില്ല. പിന്നെ അന്നേരം എന്തിനാ പറഞ്ഞതെന്നുള്ള കാര്യം നമുക്കറിയില്ല. ആ സമയത്ത് പറഞ്ഞത് എന്തിനാണെന്ന് നമുക്കറിയില്ല. പക്ഷെ പറഞ്ഞത് താത്വികമായ തെറ്റുകളൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ജയപ്രകാശ് നാരായണൻ രൂപീകരിച്ച് ജനതാ പാർട്ടിക്കകത്ത് സോഷ്യലിസ്റ്റുകാരും ആർ.എസ്.എസുകാരും ബി.ജെ.പിക്കാരും എല്ലാം ഉണ്ടല്ലോ. CPM-കാരില്ല, അതിനകത്തില്ല. CPI ഇല്ല, അവർ ഭരണകക്ഷിയാണ് കേരളത്തിൽ, കോൺഗ്രസ് പാർട്ടിയാണ്. അതിനകത്ത് വലിയ വിവാദത്തിന്റെ ഒന്നും പ്രശ്നമില്ല, താത്വികമായ ലംഘനങ്ങളും ഒന്നുമില്ല. അന്നേരം എന്തിനു പറഞ്ഞു എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല. നിങ്ങൾ കേട്ടതല്ലോ, ഞാനതിനെ പറ്റിയൊന്നും കമന്റ് പറയണ്ട. ചോദ്യം പറഞ്ഞതിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്റെ അഭിപ്രായം പറഞ്ഞു. മറ്റു കാര്യങ്ങളെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, അത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യം. ഇല്ല, ബേബി ഇന്നലെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞാണ്, ഞാൻ ടെലിവിഷൻ കണ്ടല്ലോ. അതൊന്നും തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമായില്ല. നിങ്ങൾ കണ്ടില്ലേ ബേബി പറഞ്ഞത്? പത്രത്തിൽ കണ്ടല്ലേ, പത്രം വായിക്കാൻ പോണേ ഉള്ളൂ. പത്രം വായിച്ചെടുത്ത് രാവിലെ സാധാരണ വായിക്കുന്നു. അതൊരു ചർച്ചാ വിഷയമല്ലേ. മുമ്പുള്ള തെരഞ്ഞെടുപ്പ് അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല.